സിനിമാ കഥയെ വെല്ലുന്നൊരു യഥാർത്ഥ സംഭവത്തിലേക്കാണ്. ആന്ധ്രയിലെ വെസ്റ്റ് ഗോദാവരിയിൽ യുവതിക്ക് മൃതദേഹം പാഴ്സൽ അയച്ച സംഭവത്തിൽ സഹോദരിയും ഭർത്താവും കാമുകിയും പിടിയിൽ. യുവതിയെ ഭയപ്പെടുത്തി സ്വത്ത് കവരാനായിരുന്നു 3 പേരുടെയും പദ്ധതി. ഒറ്റയ്ക്ക് കഴിയുന്ന പാർലയ എന്നയാളെയാണ് ഇവർ കൊലപ്പെടുത്തി പാഴ്സലാക്കിയത്. 110 അംഗ പോലീസ് സംഘത്തിന്റെ ഒരാഴ്ചത്തെ പരിശ്രമത്തിനൊടുവിലാണ് 3 പേരെയും പിടികൂടിയത്. 1 വർഷം നീണ്ട മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഈ സംഭവം. 8 ദിവസം മുൻപ് വെസ്റ്റ് ഗോദാവരി സ്വദേശി തുളസിക്ക് ഒരു പാഴ്സൽ ലഭിച്ചിരുന്നു. വീട് പണി നടക്കുകയാണ്. വീട്ടിലേക്ക് ചില സഹായം എത്തിക്കാമെന്ന് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സന്നദ്ധ സംഘടനാ പ്രവർത്തകനെന്ന് അറിയിച്ച ഒരാൾ പറഞ്ഞതാണ്. പെട്ടി തുറന്നതും തുളസി ഞെട്ടി. മൃതദേഹങ്ങൾ കഷണങ്ങളാക്കി മുറിച്ച് പാഴ്സൽ ചെയ്തിരിക്കുന്നു. സംഭവത്തിൽ കേസെടുത്ത വെസ്റ്റ് ഗോദാവരി പോലീസ് കൊല്ലപ്പെട്ടത് ആരാണെന്ന് തിരിച്ചറിയാനാണ് ആദ്യം ശ്രമിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മൃതദേഹം തേടി ആരും വന്നില്ല. പോലീസ് വീണ്ടും തുളസിയിൽ നിന്ന് മൊഴിയെടുത്തു. ഇതുവഴിയാണ് ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. മൃതദേഹം പാഴ്സലായി എത്തിയതിനു പിന്നാലെ തുളസിയുടെ സഹോദരി രേവതിയും ഭർത്താവ് ശ്രീധർ വർമ്മയും വീട്ടിലേക്ക് പാഞ്ഞെത്തി. നേരത്തെ ഇവർ തമ്മിൽ ചില സ്വത്ത് തർക്കമുണ്ടായിരുന്നു. മൃതദേഹം ഇരുചെവി അറിയാതെ മാറ്റിത്തരാം, പകരം സ്വത്ത് മുഴുവനും എഴുതി തരണം. ഈ ഓഫറാണ് ഇവർ മുന്നോട്ട് വച്ചത്. ഓഫറിനെ കുറിച്ച് കേട്ടതോടെ പോലീസിന് ഏതാണ്ട് കാര്യം മനസ്സിലായി. അപ്പോഴേക്കും മച്ചിലിപുരത്തേക്ക് ഇവർ കടന്നു കളഞ്ഞിരുന്നു. ശ്രീധർ വർമ്മയുടെ കാമുകി സുഷമയും ഒപ്പമുണ്ടായിരുന്നു. 3 പേരെയും പോലീസ് പൂട്ടി. പിന്നീട് പുറത്തു വന്നത് 1 വർഷം എടുത്തു നെയ്ത മാസ്റ്റർ പ്ലാൻ. നേരത്തെ നാടുവിട്ടുപോയ തുളസിയുടെ ഭർത്താവ് ദുർമന്ത്രവാദത്തിന്റെ ശക്തിയിലാണ് നാട്ടിൽ നിന്ന് പോയതെന്ന് ഇവർ തുളസിയെ ധരിപ്പിച്ചിരുന്നു. ഇടയ്ക്കിടെ ഓരോ സംഭവങ്ങളുണ്ടാക്കി ഭയപ്പെടുത്താൻ ശ്രമിച്ചു. സമൂഹമാധ്യമത്തിലൂടെ വീട്ടിലേക്ക് സാധനം നൽകാമെന്ന് അറിയിച്ചതും ഫേക്ക് അക്കൗണ്ട് വഴി ഇവർ തന്നെ. പിന്നീട് ഒറ്റയ്ക്ക് കഴിയുന്ന പാർലയ എന്നയാളെ കണ്ടെത്തി ശ്വാസം മുട്ടിച്ചു കൊന്നു. ശേഷം ആരുമറിയാതെ പാഴ്സലാക്കി തുളസിയുടെ വീട്ടിലെത്തിച്ചു. തുളസി ഭയപ്പെടാതിരുന്നതോടെയാണ് ഇവരുടെ പദ്ധതി പാളിയത്. 110 പോലീസുകാർ 10 സംഘങ്ങളായി 7 ദിവസം നടത്തിയ അന്വേഷണമാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചത്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.